മീഡിയ വൺ ദോഹ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആവേശപ്പോരിന് ഇന്ന് കൊട്ടിക്കലാശം. 4 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ന്യൂ ഗുഡ്വിൽ കാർഗോയിലാണ് ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ പ്രായോജകർ. കളി നടക്കുന്ന ദോഹ ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരും. അനീഷ, ഈ നമ്മുടെ ദോഹ ഓപ്പണിൻ്റെ കലാശ പോരാട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിലെ ഈ 8 കോർട്ടിലും കളിയുണ്ടായിരുന്നു. ഇന്ന് ഒരൊറ്റ കോർട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അഥവാ മെൻസ് ഓപ്പണിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൈജീരിയൻ പ്ലെയറായിട്ടുള്ള ഇമ്മാനുവൽ എം ഇ ജോസഫും അതുപോലെ മലയാളിയായിട്ടുള്ള പ്രദോഷ് ശ്യാം ഗോപനുമാണ് ഇന്ത്യക്കാരനായിട്ടുള്ള പ്രദവ് ശ്യാമുമാണ് ഈ ഫൈനൽ മത്സരത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 2 സെറ്റ് കഴിഞ്ഞു. 1-1 ഇപ്പോൾ അവർ ഓരോരോ സെറ്റ് രണ്ടുപേരും വീതം നേടിയിട്ടുണ്ട്. അവസാനത്തെ സെറ്റ് പുരോഗമിക്കുകയാണ്. നിറയെ കാണികളാണ് ഈ ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിൽ ഈ ഫൈനൽ പോരാട്ടം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ കൂടെ കാണികളും സംഘാടകരും അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ ചീഫ് റഫറി സക്കരിയ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? മീഡിയ വൺ നടത്തിയിട്ടുള്ള ടൂർണമെൻറ്റിലെ അവസാന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള പ്രദോഷ് ശ്യാം ഗോപനും നൈജീരിയക്കാരൻ ഇമ്മാനുവൽ എമ്മിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ടോട്ടൽ 21 കാറ്റഗറിയിലായിട്ട് 350 പേര് പങ്കെടുത്തു ഈ ടൂർണമെൻറ്റിൽ. അതിൽ ഏകദേശം 300ഓളം മാച്ചസ് ഉണ്ടായിരുന്നു. അണ്ടർ 9 മുതൽ 100+ കോമ്പിനേഷൻ, അതായത് 2 പേരും കൂടി 100 ഉള്ള കോമ്പിനേഷൻ വരെയുള്ള 21 മാച്ചസാണ് ഇതിൽ നടന്നിട്ടുള്ളത്. നല്ല വാശിയേറിയ ഒരുപാട് മാച്ചസ് ഇവിടെ ഉണ്ടായിരുന്നു. 21 ചാമ്പ്യന്മാരുണ്ടായി. അതെ. അപ്പോൾ 9 വയസ്സ് മുതൽ എന്താ പറയുക, സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചാമ്പ്യന്മാർ ഇവിടെയുണ്ട്. അതുപോലെ ഈ ഒരു മത്സരം നടത്തിക്കൊണ്ടുപോകാൻ നമുക്കറിയാം വളരെ ഒരു പണിപ്പെട്ട പണിയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇതിൽ ഇവിടുത്തെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഉണ്ട്, ഇവിടുത്തെ പ്രാദേശിക സംഘാടകരുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ഒരു സംഘാടക സമിതിയുടെ വെല്ലുവിളി നിൽക്കുന്നത്? പിന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം മീഡിയ വണ്ണിൻ്റെ പ്രഥമ ടൂർണമെൻറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ISCയുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആളുകളെ കിട്ടുമോ എന്താണെന്നുള്ള അറിയില്ല. പക്ഷേ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് നടത്താൻ പറ്റി. മാത്രമല്ല ഇവിടെയുള്ള മത്സരിച്ച പാർട്ടിസിപ്പൻറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു ഖത്തറിൽ നടത്തുന്ന ആദ്യത്തെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റാണ്. ആ അർത്ഥത്തിൽ വരും എഡിഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഫൈനൽ പോരാട്ടം അതിഗംഭീരമായി തന്നെ നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നസഫിർക്ക, ആരാണ് ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? പ്രെഡിക്റ്റ് ചെയ്യില്ല. രണ്ടുപേരും ഒരു കോച്ചും സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. വളരെ നല്ല മാച്ചാണ് നമ്മൾ കണ്ടത്. ഒറിജിനൽ ഫൈനൽ തന്നെ നമ്മൾ കാണുന്നു. പിന്നെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ഖത്തറിലെ ഒറ്റ ടൂർണമെൻറ്റിൽ ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം എന്നുള്ള ഒരു രീതി മീഡിയ വൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വളരെ ആവേശപൂർവ്വം നെക്സ്റ്റ് ടൂർണമെൻറ്റ് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം അതിനോടുണ്ടായിത്തീരുന്നു. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരെങ്കിലും ഒരു ബെറ്റിനുണ്ടോ ആര് ജയിക്കുന്നുള്ള കാര്യത്തിൽ? തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രദോഷ് ശ്യാം ഗോപൻ ജയിക്കാനാണ് താല്പര്യം. ഞാനും പ്രദോഷ് ശ്യാം ജയിക്കുന്നുണ്ട്. ഖത്തറിന്റെ സ്വന്തം പ്രദവ് ജയിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരും ഇമ്മാനുവൽ പറ്റില്ല. ഇമ്മാനുവൽ പ്രദവിന്റെ കോച്ചാണ്. ഇമ്മാനുവലിനാണ് സാധ്യത കാണുന്നത്. പ്രദവിന്റെ കോച്ചും കൂടിയാണ് ഇമ്മാനുവൽ. അതാണ് ഇതിനൊരു രസകരമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്രദവ് ശ്യാമിന്റെ കോച്ച് കൂടിയാണ് ഇമ്മാനുവൽ. ആഫ്രിക്കൻ ഫൈനലിസ്റ്റ് കൂടിയാണ് അല്ലേ? ഓൾ ആഫ്രിക്കൻ ഫൈനലിസ്റ്റ് കൂടിയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ ഒരു മത്സരത്തിൽ വേദിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 ദിവസം നീണ്ട ഈ മത്സരത്തിൽ 350ഓളം താരങ്ങളാണ് പങ്കെടുത്തത് 17 രാജ്യങ്ങളിൽ നിന്നുള്ള. ഏതായാലും ഇനി ഈ മീഡിയ വൺ ദോഹ ഓപ്പണിൻ്റെ ഈ ഓപ്പൺ വിഭാഗത്തിലെ വ്യക്തിഗത ചാമ്പ്യൻ ആരാണെന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. മീഡിയ വണ്ണിൻ്റെ പ്രഥമ ദോഹ ഓപ്പൺ അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം അതിൻ്റെ പരിസമാപ്തിയിലെത്തും എന്നുള്ളതാണ് അനീഷ.